പേടിച്ചേട്ടാ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ആഗ്രഹം വല്ലതും ഉണ്ടായില്ലേ, അതിനായി നിങ്ങൾ ഒരിക്കലും പേടിയാണോടാ? കേറും കൂട്ടി ഇവിടെ കേറാകും. എങ്ങനെയുണ്ട്? വിവേകിന് പേടിയുണ്ടോടാ? എനിക്ക് പേടിയൊന്നുമില്ല. തല ഇറങ്ങുന്നില്ല. ബോട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയെങ്കിലും ഒന്ന് റോഡെത്തിയാ നീ കന്യാകുമാരി പറഞ്ഞ ഞാൻ ഈ കന്യാകുമാരി പറയാൻ പരിസരത്ത് വരൂലൊന്നും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 500 രൂപയ്ക്ക് ഒരു ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. 500 രൂപ കൊണ്ട് ഒരാൾക്ക് കന്യാകുമാരിയിൽ പോയി വരാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫുഡ്, ടിക്കറ്റ്സ് എല്ലാം കൂടി ഈ 500-ൽ നിൽക്കണം. എന്നാൽ പിന്നെ കന്യാകുമാരിക്ക് വിട്ടാലോ? അങ്ങനെ ഞാനും വിവേകും ഗോകുലും കൂടി രാവിലെ 8:30-ക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി 9:05-ന് വരുന്ന കന്യാകുമാരി എക്സ്പ്രസ്സിന് 3 ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 50 രൂപയാണ്. ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ നമ്മുടെ ട്രെയിനും അവിടെ എത്തി. എൻ്റെ സ്ഥിരം ട്രാവൽ പാർട്ണർ ഒറ്റയാനും ഈ ട്രിപ്പിൽ കൂടെ ഉണ്ട് കേട്ടോ. ഒറ്റയാൻ ഇതിന് പുറകെ വരുന്ന പുനലൂർ കന്യാകുമാരിയിൽ അങ്ങെത്തും. ഒറ്റയാൻ എത്തുമ്പോഴേക്കും നമ്മൾ ക്യൂവിൽ നിന്ന് ഏകദേശം പകുതിയോളം കടക്കണം. അതാണ് പ്ലാൻ. അങ്ങനെ 9:11 ആയപ്പോഴേക്കും ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. ഇത് പോണെന്നാ എന്റെ കണ്ണെന്തിരി ഇത്? എടാ ഇതിപ്പോ ഈ വണ്ടി പൊക്കോണ്ടിരിക്കുവാണോ? പിന്നെ ഇപ്പൊ ഇത് പോവാണല്ലോ. ബേക്കിലത്തെ വണ്ടിയാടാ ഇത്, ഫ്രണ്ടേ പോണ വണ്ടിയാ. കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ അങ്ങോട്ട് നല്ല നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ആമ്പൽ പാടമൊക്കെ ആയിട്ട് നല്ല കിടിലൻ കാഴ്ചകളായിരുന്നു കിട്ടിയത്. പിന്നെ ട്രെയിനിലധികം ആളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറോളം നല്ല വിശാലമായ യാത്രയായിരുന്നു കന്യാകുമാരി വരെ. ഒൻപത് 11 തുടങ്ങിയ ട്രെയിൻ യാത്ര കൃത്യം 11:30 ആയപ്പോൾ കന്യാകുമാരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. കന്യാകുമാരി എത്തിയില്ലെന്ന് ബോർഡ് കണ്ടിട്ട് പറയാണ് കന്യാകുമാരി എത്തിയില്ലെന്ന്. എന്തുവാടാ ഗോകുലേ? കന്യാകുമാരി എത്തിയിട്ട് പറയണേ ചേട്ടാ കന്യാകുമാരി ആയാ? എത്ര പേരെടുത്ത് ചോദിച്ചു? നമുക്ക് എനിക്കറിഞ്ഞൂടാ സ്ഥലമുണ്ട്, ഞാൻ നോക്കിയില്ല. ഇതിലോട്ട് നോക്കാനല്ല അറിയാം. ബോർഡൊക്കെ നോക്കണം. നീയൊക്കെ 2 പൊട്ടന്മാര് നോക്കിയില്ലെന്നും പറഞ്ഞു. ചേടാന്ന് പിന്നെ നമ്മളല്ലേ പറഞ്ഞ കന്യാകുമാരി ആയെന്ന്. വിഷയം തന്നെ കേട്ടാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയൊരു ചിക്കൻ ബിരിയാണി അങ്ങ് കഴിച്ചു. 125 രൂപ. ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നീ ആദ്യമായിട്ട് കഴിക്കില്ലേ? എങ്ങനെയുണ്ട്? നിനക്ക് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ആണോ? അതാണ് തന്നെയല്ലേ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ 3 കൂടി നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിവേകാനന്ദ പാറയിൽ പോകാൻ പറ്റിയില്ല. ആഗ്രഹത്തോടെ ഒന്ന് വന്നതായിരുന്നു. പക്ഷേ ബോട്ടിൽ കയറാനുള്ള ക്യൂ കണ്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇപ്രാവശ്യം ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് എത്ര ക്യൂ നിന്നിട്ടാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങിയത്. പ്രതീക്ഷിച്ച പോലെ തന്നെ 2 കിലോമീറ്ററോളം ദൂരത്തിൽ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളും ഒട്ടും വൈകാതെ ക്യൂവിൽ നിന്നു. അപ്പോൾ തന്നെ സമയം 12:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നു മക്കളായ ക്യൂ എന്ന് പറഞ്ഞ ക്യൂ ആണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിൽക്കുന്നത്. ഇവിടുന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് താഴെ വരെ ഉണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോൾ എന്തോ അവിടെ മുതൽ തുടങ്ങിയതാണ്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ഒരിക്കലും അവധി ദിവസം ചൂസ് ചെയ്യരുത്. ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ.
ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒറ്റയൻ സഞ്ചാരിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി എങ്ങനെയെങ്കിലും 2 മണിക്കൂറോളം തള്ളിക്കളഞ്ഞ് നേരെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലെത്തി. 2:15 നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. 75 രൂപയാണ് ടിക്കറ്റ്. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, വീണ്ടും ക്യൂ ആയിരുന്നു. പിന്നെ ആകെ ഒരാശ്വാസം, അത്രയും നേരം വെയിലും കൊണ്ട് നിന്ന് ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് വെയിൽ കൊള്ളാതെ ഇരിക്കാം എന്നുള്ളതായിരുന്നു. എന്തായാലും 3 മണിയായപ്പോൾ ബോട്ടിലേക്ക് കയറി. പിന്നെ ഗോകുലിന് ഈ ബോട്ടിലൊക്കെ കയറുന്നത് നല്ല പേടിയാണ് കേട്ടോ. ഞങ്ങൾ കൂടെയുള്ള ധൈര്യത്തിലാണ് ആശാൻ കൂടെ വന്നത്. ഗോകുലേ, ബോട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, ബോട്ടിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? കറക്റ്റായിട്ട് പറ. സത്യസന്ധമായിട്ട് പറ. എന്തിനാണ്? ബോട്ടിൽ നിന്ന് ഇറങ്ങി 30 രൂപയ്ക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് നടന്നു. കന്യാകുമാരിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ബോട്ടിലൊക്കെ കയറി വിവേകാനന്ദ പാറയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. മുകളിലെത്തി ആദ്യം പോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കായിരുന്നു. ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം ബോട്ടിലെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിലും. കണ്ണെന്തരാവുന്നത്? നീ കേറങ്ങോട്ട്. ഇവിടെ കേറാ ഗോകുലേ, പേടിയാണടാ. സൈഡൊന്നും ഇളവിയിട്ടൊന്നും ഇല്ല. അയ്യേ ഗോകുലിന് പേടി. അയ്യേ ഗോകുൽ സാർ, ഗോകുൽ എടാ കേറിക്കടാ. നീ എന്തിനു പേടിക്കുന്ന? ഗോകുലേ പേടി. വിവേകിന് പേടിയുണ്ടോടാ? എനിക്ക് തല ഇറങ്ങുന്നില്ല. കാല് ഇറങ്ങുന്ന ഗോകുലേ നിക്കി. താഴോട്ട് നോക്ക്. എടാ താഴെ നോക്കടാ. ഗോകുലെ തിര അടിക്കുന്നു. വെയിലടിച്ചൊരു പരുവായിരുന്നു, ഭയങ്കര വെയിൽ. സ്റ്റാച്ചു കണ്ടിട്ട് ശരിപ്പുണ്ടായിരുന്നോ? നീ നിന്നോ? നീ ദൂരോട്ട് എന്നാലേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ തലയും കണ്ണും മാത്രമേ. നീ അവിടെ നിന്നോ. ഗോലി കൊച്ചു പിള്ളേർ വരെ കയറിയിരിക്കുന്നു. പിന്നെന്താ നിനക്ക് കയറിയ? ഇടം നില്ലടാ.
ഓക്കെ സെറ്റാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയുണ്ട് ഗോകുലെ? എന്തരാണ് എൻ്റെ അടുത്ത് അങ്ങോട്ട് കയറിയിരിക്കാത്തത്? കയറിയില്ലേ? കയറി. ഗ്ലാസ് ബ്രിഡ്ജ് സൂപ്പറാണ്, പക്ഷെ ഇവിടെ നിൽക്കാൻ പേടിയാ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലും തിരുവല്ലുവാർ സ്റ്റാച്ചുവിലും ഒക്കെ കയറി കണ്ട ശേഷം 5 മണിയോടുകൂടി തിരിച്ചിറങ്ങി. ബോട്ടെത്തി. അപ്പോൾ എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ? എടാ ഓകലെ, അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ്? ഗോകുലിന് നല്ല പേടിയുണ്ട്, ബോട്ടിൽ കയറാൻ നല്ല പേടിയാണ്, പേടിച്ച് വിറച്ച് പോവുക കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് റോഡെത്തിയാ നീ കന്യാകുമാരി പറഞ്ഞ ഞാൻ ഈ കന്യാകുമാരി പറഞ്ഞാൽ നീ പരിസരത്ത് വരുമല്ലോ. വണ്ടി ഓടി തുടങ്ങിയില്ല, അതിന് മുന്നേ വെച്ച് വണ്ടി എവിടെ എത്തിയെന്ന് ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുക അവിടെ. ഇപ്പൊ പേടിച്ചില്ലല്ലോ? ആദ്യം വന്നപ്പോഴേ ഇപ്പഴാ ഇപ്പൊ തെറ്റായോ? അങ്ങോട്ട് പോയപ്പോ വേളം വരുന്നു. ഇനി കൊറേ തള്ളു കേൾക്കണം, അതാണ് പ്രശ്നം. അങ്ങോട്ട് പോയപ്പോഴേ അങ്ങോട്ട് പോയപ്പോ ഭയങ്കര വിളിയായിരുന്നു, അഖിലേ അഖിലേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞോണ്ട് രാമ രാമ രാമ. പക്ഷെ തിരിച്ചു വന്നപ്പോഴേ ഇതൊക്കെ മാറിയപ്പോഴത്തേക്ക് അവന്റെ കോള് മാറി. കണ്ട ഇപ്പൊ കണ്ട, ഇതൊക്കെ സിമ്പിള്. അങ്ങനെ 5:30 ആയപ്പോൾ നമ്മൾ ക്യൂ നിന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തി. പിന്നെ 1 മണിക്കൂറോളം ബീച്ചിലൊക്കെ കറങ്ങിയ ശേഷം 6:45 ആയപ്പോൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ ഡയറക്റ്റ് ബസ്സില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വടശ്ശേരിയിലേക്കുള്ള ബസ്സിൽ കയറി. 22 രൂപ ടിക്കറ്റിൽ വടശ്ശേരിയിൽ ഇറങ്ങി 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്തേക്ക് ബസ് കിട്ടി. 75 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതുവരെ മൊത്തം 377 രൂപയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. പിന്നെ അല്ലാതുള്ള ചില്ലറ ചിലവുകളും കൂടെ കൂട്ടിയാൽ 500 രൂപയ്ക്ക് പോയി വരാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തമ്പാനൂർ ഇറങ്ങി ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.